ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോവാണ്. ഖാവോഖോ ഇവിടുന്ന് ബാങ്കോക്കിൽ നിന്ന് ഏകദേശം 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 450 കിലോമീറ്ററോളം ഡ്രൈവ് ഉണ്ട്. ഒരു ഹില്ലി ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ മൗണ്ടെയിൻ ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 6:30 പ്ലാൻ ചെയ്തതാണ്. ബട്ട് ഇപ്പോൾ 7:30 ഇറങ്ങാൻ. എന്തായാലും ചെക്ക് ഇൻ 3 മണിക്കാണ്. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. ഖാവോഖോ അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു 7-Eleven മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഏട്ടൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പോയിരിക്കുക കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവർക്കും ചെറിയ രീതിയിൽ വിശപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 8 മണി കഴിഞ്ഞില്ലേ, 8:30 ആയില്ലേ. അപ്പോൾ നിച്ചൂനും അതുപോലെ നിച്ചൂന് പഴമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം. ആൾ പാല് കുടിച്ചിട്ട് കുഴപ്പമില്ല, സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അവിടെ കാർട്ടൂൺ കണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ 7-Eleven നിങ്ങൾക്ക് ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ കിട്ടും. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ മിക്ക സമയത്തും ഇതുപോലത്തെ 7-Eleven കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ KFC ഉണ്ട്. ഇതൊരു PTT സ്റ്റേഷനാണ്. അപ്പോൾ കഫേ ആമസോൺ ഉണ്ട്, അതുപോലെ KFC ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരും. എന്തൊക്കെയാണ് ഇത്? ലാത്തെ ലോങ്, യാത്തെ യെൻ, കോൾഡ് കോഫി, ഹോട്ട് കോഫി, സാൻഡ്വിച്ച്. ഖാവോയായിലോട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമുക്ക് തായ്ലൻഡാണെന്ന് തോന്നുന്നില്ല, ഒരു നാട്ടും പ്രദേശം, നമ്മുടെ നാടൊക്കെ പോലെ തന്നെയാണ്. അവിടെ കനാലുണ്ട്, അതുപോലെ തന്നെ നെൽകൃഷിയുണ്ട്, റെയിൽപ്പാളം ഒക്കെ നിറഞ്ഞിട്ടുള്ള പച്ചപ്പും പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മൾ പോകുന്തോറും അങ്ങോട്ടും ഇങ്ങനെ നിറയെ മലകളുണ്ട്, കുന്നുകളുണ്ട്. അപ്പോൾ ഈ ഖാവോയായി എന്ന് പറയുന്നത് തന്നെ ഒരു ഹില്ലി ഏരിയയാണ്. ഈ ഒരു സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് നാട് പോലെ തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. തായ്ലൻഡ് ആണോ എന്നുള്ളൊരു സംശയം വരെ നമുക്ക് തോന്നി. നമ്മൾ ഖാവോയായി പോകുമ്പോൾ റോഡിൻ്റെ സൈഡെല്ലാം കൊന്നമരങ്ങളാണ് കേട്ടോ. നിറയെ പൂവിട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് തായ്ലൻഡിൻ്റെ നാഷണൽ ഫ്ലവർ കൊന്നപ്പൂവാണെന്ന് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ ഒരു 4 മണിക്കൂർ കവർ ചെയ്തു. ഇനി 2 മണിക്കൂറും കൂടി ഉണ്ട്. അപ്പോൾ 12:45 സമയം, ലഞ്ച് ടൈമായി. തായ് ഫുഡ് കഴിക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചത്. പിന്നെ തായ് ഫുഡൊന്നും കണ്ടില്ല. എന്നാൽ പിന്നെ KFC ഉണ്ട് ഇവിടെ. KFC കഴിക്കാമെന്ന് വിചാരിച്ചു. മിക്കവാറും എല്ലാ യാത്രയിലും ഇതന്നെ ആയിരിക്കും അവസ്ഥ. തായ് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയും, പക്ഷെ അവസാനം KFCയിലായിരിക്കും പോയി എത്തുന്നത്. KFC അല്ലെങ്കിൽ ബർഗർ. ഇന്നും മിക്കവാറും അതന്നെ കിട്ടിയുള്ളൂ. KFCയിൽ നല്ല തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ 20 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലോട്ടസ് ഉള്ളത്. അപ്പോൾ ലോട്ടസിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വിചാരിച്ചു. നിച്ചു സ്നേഹപ്രകടനത്തിലാണ്. കുറേ നേരമില്ല കണ്ടിട്ട്. ഇത്ര നേരം അവിടെ ബാക്കിലിരിക്കുകയായിരുന്നല്ലോ. നിച്ചുവിന് എന്താ പറയുക, നിച്ചുവിന് പാമ്പേഴ്സ് വാങ്ങിക്കണം. ഓക്കെ, മമ്മി പോക്കോ പാൻസ് ആണ് സാധനം വാങ്ങിക്കുക. ആ വലുത് വാങ്ങിച്ചോ. ഇതല്ലേ 14+4 ലാർജ് അല്ലേ? XL 62+4 വാങ്ങിച്ചോ. ഇവിടെ മമ്മി പോക്കോ പാൻസിന് 629 ആണ്. 629 തായ് ഭാഗത്ത്. ചെട്ടിക്കൊക്കെ എന്തൊരു ഇതില് 62+4 ആണ്. നമ്മൾ ചായ ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് മാത്രം വാങ്ങിച്ചാൽ മതി. ചായപ്പൊടി, പഞ്ചസാര, പാത്രം, സ്റ്റൗവ് എല്ലാം എടുത്തിട്ടുണ്ട്. ഓട്സ് വേണ്ട. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ്. ഇതിൽ ശരിക്കും ഇപ്പോൾ ആ മറ്റേ ട്യൂണാണ് ഇടേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഏതാ അറിയാം? മണിച്ചിത്രത്താഴില്ലേ?
യഥാർത്ഥ നാഗവല്ലി സ്പെക്സ്. അത് നന്നല്ലടി, ഒന്നും നന്നല്ല. നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വന്നപ്പോഴേക്കും KFC റെഡി ആയിട്ടോ. അപ്പോൾ വല്ല വിശപ്പുണ്ട്, വേഗം കഴിക്കാമെന്ന് വെച്ചപ്പോൾ സമ്മതിക്കില്ല, ഭയങ്കര ചൂട്. എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ്. നമ്മൾ നല്ല വിശപ്പോട് കൂടി KFCയിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും, പതുക്കെ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലത്തെക്കാട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ KFCക്ക്. അപ്പോൾ നമ്മളങ്ങനെ KFC ഒക്കെ വാങ്ങിച്ച് കഴിച്ച് ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. അതെ, ഇനിയൊരു 2 മണിക്കൂർ കൂടെ ഇവിടെ നിന്നുണ്ട്. അപ്പോൾ ഏകദേശം 1:45, 2:45, 3:45, 4 മണിയാവുമ്പോഴേക്കും. അതെ അതെ, ഓക്കെ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. അതെ, പോണ വഴിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം കാണാനുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ. ഇനി നമ്മുടെ റിസോർട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പം തന്നെ റോഡ് സൈഡിൽ അതുപോലത്തെ ഇങ്ങനെ കുറേ ഷോപ്പുകൾ കണ്ടു. അപ്പോൾ എന്താ ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കയറി നോക്കിയതാണ്. നോക്കിയപ്പോൾ എന്താ, പുളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ നല്ല മധുരപ്പുളിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊരു ബോക്സ് വാങ്ങിച്ചേട്ടോ. നമ്മൾ ഇവിടുന്ന് നോർമൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, പക്ഷെ അതിനേക്കാൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല ഫ്ലഷും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ നമ്മൾ നോർമൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര ഫ്ലഷ് ഉണ്ടാവാറില്ല, പക്ഷേ ഇതിന് നല്ല ഫ്ലഷ് ഉണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുളിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ നമ്മുടെ റിസോർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ രീതിയിലുള്ള ചുരം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മുടെ ആകാശം ഒന്ന് നോക്കി നോക്കൂ, ഈ പഞ്ഞിക്കെട്ടുകൾ പോലെ ഉണ്ടല്ലേ മേഘങ്ങൾ കാണാനായിട്ട്. നല്ല രസമുണ്ട്, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ബാങ്കോക്കിലത്തെയും ഈ ഒരു സ്ഥലത്തെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. പുഖാവോ എന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. Phuket Resort Pavilion. Where Phuket Resort and Adventure Park. Phuket Resort Pavilionไปอีกนะอันนี้ Phuket Resort Resort. Okay. Bye. അങ്ങനെ നമ്മൾ റിസോർട്ട് എത്തി. ഇനി ജസ്റ്റ് ഫസ്റ്റ് ചെക്ക് ഇൻ ചെയ്യണം. ഇവിടെ ചെക്ക് ഇൻ പരിപാടി കഴിഞ്ഞു. ഇതാണ് റിസപ്ഷൻ ഏരിയ. അടിപൊളിയായിട്ട് അവർ റിസപ്ഷനിൽ അവരുടെ ഫേസ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കാണിക്കാത്തത്. എൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ പോണ്ട് പോലെയുണ്ട്, അതിനകത്ത് നമ്മുടെ ആ കളർഫുൾ ഫിഷ് ഉണ്ടല്ലോ, പേര് പറഞ്ഞു, ഫിഷൊക്കെ ഉണ്ട്. ആക്ച്വലി നമ്മുടെ റൂം ഇവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് പോകണം. അപ്പോൾ അവർ നമ്മളെ ബൈക്കിൽ അവർ ഫ്രണ്ടിൽ പോകും, നമ്മൾ പിന്നാലെ കാറിൽ പോകണം. കുറച്ച് ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. ഇതൊരു വലിയ റിസോർട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇവിടെ താഴെ വരണം നാളെ. പിന്നെ ഇത് ഇവിടെ പുക്കാവ് വ്യൂ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. സൺറൈസും സൺസെറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവര് നമ്മളെ കൊണ്ടുപോകും, അവരുടെ വണ്ടി തന്നെ കൊണ്ടുപോകും. കാരണം നമുക്ക് പോകാൻ പറ്റില്ല, നമ്മുടെ വണ്ടി പോകാൻ പറ്റില്ല. മിക്കവാറും ഇതായിരിക്കും വ്യൂ. ഇവിടെ അത്യാവശ്യം എൻജോയ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ ഉണ്ട് റിസോർട്ടിൽ തന്നെ. ഞാൻ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, എക്സ്റ്റെൻഡ് ചെയ്യാം. 1300 ബാത്ത് ഒരു ദിവസത്തിന് നമ്മൾ കൊടുത്താൽ മതി, സെയിം റൂം തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റൂം ഉള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്.
ഭയങ്കര ചെടികളൊക്കെ നല്ല രസമുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ആ റൂമിൻ്റെ എൻട്രൻസിൽ തന്നെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ റൂമിലോട്ട് കയറാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് റൂമിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.